ഗയ്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വൺ വേ പണിയിൽ നമ്മൾ റൂം കളിക്കാൻ പോവുകയാണ്. ഞാനും എൻ്റെ ഒരു കസിനും കൂട്ടിയിട്ടാണ് കളിക്കുന്നത്. അത്യാവശ്യം അവൻ നല്ലൊരു പ്ലെയറുമാണ്. അവൻ്റെ ഐ ഡി ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എൻ്റെ ഐ ഡിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക, നിങ്ങളുടെ ഐ ഡിയും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് അവൻ്റെ കൂടെ 1 vs 1 ആണ്, 1v ഒന്നാണ് കളിക്കാൻ പോണത്. അപ്പോൾ മാച്ച് തുടങ്ങിയപ്പോൾ തന്നെ അവനെവിടെ പോയി ഒളിഞ്ഞു നന്നായിട്ട് അവൻ. എന്നിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. ഞാൻ ഷെഡിൻ്റെ അവിടെയൊക്കെ പോയി നോക്കി, പിന്നെ അവനെ പെട്ടെന്ന് കണ്ടില്ല. ഇടയിൽ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പോഴാണ് ഞാൻ അവനെ കണ്ട്. അപ്പോൾ ഞാൻ കളിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഇതിലേക്കാണല്ലോ നോക്കുക. അപ്പോൾ അവനെ പെട്ടെന്ന് കണ്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഒരു പെട്ടെന്ന് കാണാൻ പറ്റില്ല എനിക്ക്. ഞാൻ പരമാവധി അവനെ ബ്ലൂ വാലറ്റൊക്കെ ഒളിഞ്ഞു നിന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് കാണാനും പറ്റില്ല. പിന്നെ ഞാനങ്ങോട്ട് പോയ സമയത്ത് അവൻ എനിക്ക് കുറച്ച് അടി വന്നു. അവൻ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഒളിഞ്ഞത്. എനിക്കറിയില്ല എവിടെയാണ് അവൻ നേരെ ഒളിഞ്ഞത് എന്ന്. ഞാൻ കളിക്കുന്നത് കൊണ്ടായിരുന്നു, അവനെ നോക്കുന്നത് കൊണ്ടായിരുന്നു, എനിക്ക് അറിയില്ല. പിന്നെ ആ സമയത്ത് നോക്കിയപ്പോഴാണ് അവൻ ഏതിൻ്റെ ഒരു മണ്ടേൻ്റെ മേലെ നിന്നിട്ട് എനിക്ക് അടിയുന്നു. ഞാൻ ആ സമയത്ത് തന്നെ ഒരു ബോംബ് എടുത്തെറിഞ്ഞു. അപ്പോൾ അവൻ്റെ മേലേക്ക് അതൊന്നും ഏറ്റില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നേരെ അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കി. അപ്പോഴും അവനെ കാണാൻ പറ്റില്ല. അവനെന്തോ മാജിഷ്യൻ പോലെ അവൻ കാട്ടുന്നത്. പെട്ടെന്ന് ഓടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എനിക്കൊരു അടി കൊടുത്തിട്ടാണ് എനിക്ക് അധികം ഏലിക്കുള്ള. ഞാൻ ഹെഡ് ഷോട്ട് എടുക്കാൻ നോക്കുന്നത്, അപ്പോൾ ആയില്ല. പിന്നെ നമ്മളൊരു കില്ലെടുത്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വിക്ടറി അടിച്ചു. പിന്നെ രണ്ടാമത്തെ കളിയായിരുന്നു. രണ്ടാമത്തെ കളിയിൽ നമ്മൾ വേറൊരു മാപ്പിലാണ് പോയി ലോഡായത്. അവിടുന്ന് ഞാൻ എടുത്തുകൊണ്ട് ഞാൻ AK-47 എടുത്തു ആദ്യം അവിടുന്ന്. പിന്നെ ഞാൻ നേരെ അവൻ കളിക്കാൻ പോയി. കാരണം അവിടെ അവൻ ഒളിഞ്ഞു നിൽക്കുകയാണ് ഞാൻ പറഞ്ഞത്. അവിടെയും അവൻ ഒളിഞ്ഞു നിൽക്കാനാണ് സാധ്യത. അപ്പോൾ നമ്മളെന്തായാലും പോയി സെർച്ച് ചെയ്യണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം നേരെ ഓടിപ്പോയി. അവൻ ചിലപ്പോൾ പെട്ടെന്ന് ഹെഡ് അടിച്ചാൽ പെട്ടെന്ന് ഞാൻ നോക്കാവും. അപ്പോൾ ആദ്യം ഞാൻ നേരെ അവനെ ഓടി നിന്ന് ഹൈഡിങ് കളിച്ചു. ഞാൻ ഹൈഡ് കളിച്ചപ്പോൾ അവനെ കണ്ടില്ല. ഞാൻ നേരെ വെളിയിൽ ചാടിയിട്ട് നേരെ ആ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ പോയി വന്നിക്കുകയാണ്. ചിലപ്പോൾ ഷെഡിൽ അവൻ മേലെ ഇരിക്കുന്നുണ്ടാകും, നമുക്കതറിയില്ലല്ലോ അവനെവിടെ ഒളിഞ്ഞിന്ന്. അപ്പോൾ നേരെ ഞാൻ അവനെ തപ്പാൻ വേണ്ടിയിട്ട് മേലെ ഷെഡിൽ പോയപ്പോൾ ഷെഡിലും ഇല്ല അവൻ. ചെറിയ നെറ്റിന് പ്രശ്നമുണ്ട്, അതാണ് ലാഗ് അടിക്കുന്നത്. ഞാൻ ഷെഡിൻ്റെ വെളിയിൽ ഞാൻ പെട്ടെന്ന് ചാടി, ചിലപ്പോൾ ഒരു ചെറിയ നോക്ക് കിട്ടും. അപ്പോഴാണ് ഞാൻ സൈഡിൽ നിന്ന് ഞാൻ അവനെ കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒന്ന് സ്കോപ്പ് ചെയ്തിട്ട് അവനത് ഒരു അടി കൊടുത്തു. അപ്പം തന്നെ അത് ഒരു ഹെഡായി. പിന്നെ ഞാൻ നേരെ മൂന്നാമത്തെ കളിക്ക് പോയി. രണ്ടാമത്തെ കളി വിട്ടു കളിച്ചു. ഞാൻ നേരെ മൂന്നാമത്തെ റൗണ്ടിലാണ് കളിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്ത തോക്ക് ഒരു സ്നൈപ്പർ പോലത്തെ തോക്കാണ് എടുത്തത്. പക്ഷെ അത് അധികം ഉപയോഗിച്ചില്ല. എനിക്ക് ഏറ്റവും AK-47 പിന്നെ വേറൊരു എനിക്കിഷ്ടം വേറൊരു ഗണ്ണാണ്. ഗണ്ണിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഞാൻ കളി നേരെ തുടങ്ങിയപ്പോൾ തന്നെ ചാർജും കുറവാണ് ഫോണിൽ. പെട്ടെന്നൊരു ID തന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ചാർജും കുറവാണ്. അപ്പോൾ ഞാൻ നേരെ ഫസ്റ്റ് ഓടിപ്പോവാൻ നോക്കി. അപ്പോൾ നിങ്ങളടുത്തൊരു പറയാനല്ല, അപ്പോൾ ഞാൻ എഴുതിയതാണ്. അപ്പം ഞാൻ നേരെ ഓടി. അവനെവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് തപ്പി ഞാൻ ഫസ്റ്റ് ഞാൻ പോയിട്ട് അവൻ എനിക്ക് സിഗ്നൽ തരാമെന്ന് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ കളിയിലും. അപ്പോൾ അവനെ ഞാൻ കുറച്ച് തപ്പാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നോക്കി. അപ്പോൾ അവനൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ നോക്കണമല്ലോ. അപ്പോൾ എല്ലാവരെയും ഒന്ന് സെർച്ച് ചെയ്യാണ്. അപ്പം അവൻ അതിൻ്റെ ഇടയിൽ എനിക്കൊരു സിഗ്നൽ തന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പെട്ടെന്ന് അവിടുന്ന് കാണാണ്ടായി. പിന്നെ ഞാൻ നേരെ വേറെ സ്ഥലത്തേക്കും കൂടി പോയി. അവൻ ചിലപ്പോൾ അവിടെ താഴെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും എനിക്ക് സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, നിനക്കത് കാണാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മേലെ കാണില്ല. അപ്പോൾ നേരെ ഞാൻ ഡൗണിലേക്ക് ചാടി. അപ്പോൾ ചാടി നോക്കിയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ നേരെ ചാടി അങ്ങോട്ട്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ കണ്ടില്ല. ഞാൻ നേരെ നോക്കിയപ്പോൾ അവൻ വീണ്ടും മേലെ പോയിട്ട് അവൻ
അവിടുന്ന് എന്നെ അടിക്കാൻ വേണ്ടി സ്കോപ്പ് ചെയ്യായിരുന്നു. ഞാൻ സ്കോപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ സ്കോപ്പ് ചെയ്തിട്ട് 2 അടി കൊടുക്കുമ്പോഴേക്കും എനിക്ക് നല്ലൊരു അടി ഇട്ട് തന്നു. അപ്പോൾ നമ്മളെന്തായാലും പക വീട്ടാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ടിൽ അവനിക്കൊരു നല്ലൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഒരു സ്നൈപ്പറും എടുത്തിട്ട് നമ്മൾ നേരെ എന്നിട്ട് ഒരു വീടിൻ്റെ അവിടേക്ക് നമ്മൾ പോകുകയാണ്. ഞാൻ അപ്പം ഇത്തിരി സ്പീഡ് കൂട്ടി, കാരണം അയ മേലെ കയറാൻ ഇത്തിരി സമയമുണ്ട്. അപ്പം ഞാൻ ഹലോ ഹോ എന്നൊക്കെ എഴുതിയിട്ട് ഞാൻ പോയി ഹലോ എന്നാ എഴുതാൻ വന്നത്. ഇപ്പോൾ ഞാൻ ഹോ എന്നാക്കി തന്നെ ഗെയിം തുടങ്ങിയല്ലോ. നേരെ അവൻ എനിക്ക് കുറേ ഇത് തരാ പറഞ്ഞു. പിന്നെ എനിക്ക് തന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ ചിലപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ വീണ്ടും എനിക്കൊരു സിഗ്നൽ തന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ അവിടുന്ന് ഓടി വരുന്ന കണ്ടിനെ. അപ്പോൾ നേരെ നമ്മൾ സ്നൈപ്പറും വെച്ചിട്ട് ഞാൻ സ്കോപ്പ് ചെയ്തു. ഫസ്റ്റ് തരി അവനെ ഒരു പെട്ടെന്ന് എന്നൊരു അടി അടിച്ചപ്പോൾ ഒരു പെട്ടെന്ന് സ്നൈപ്പറും കൊണ്ട് ഹെഡ് കടിച്ചു. അപ്പോൾ നമ്മൾ 4 റൗണ്ടായല്ലോ. അപ്പോൾ നമ്മൾ 3 ഗൈസ് 4 റൗണ്ടായല്ലോ. അപ്പോൾ 4 ഗൈസ് 5 റൗണ്ടായല്ലോ. അപ്പോൾ 5 റൗണ്ടിൽ നമ്മൾ 3 ജയിച്ചു. 4 നമുക്ക് പോയി അടിക്കേണ്ടത്. അപ്പം ഞാൻ നേരെ ഓടിപ്പോയി അവനെ. അപ്പോൾ അവൻ അവിടേക്ക് തപ്പി. പിന്നെ എനിക്കൊരു സംശയം വരും, ഞാൻ അടിച്ചപ്പോഴേക്കും ഞാൻ അത് അടിക്കാൻ പോകുമ്പോഴേക്കും എൻ്റെ പുറകിൽ കൂടെ വന്ന് അവൻ അടിച്ചു. അപ്പോൾ ഗൈസ് അതെങ്ങനെയാണ് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. നമ്മുടെ ഇത് അപ്പോൾ 6ാമത്തെ റൗണ്ടിൽ കയറി ഇരിക്കണേ. അപ്പോൾ നമ്മൾ 3ലാണ്. അപ്പോൾ ഇനി അവൻ വീണ്ടും പറഞ്ഞു ഒളിഞ്ഞ് കളിക്കുകയാണ് അവൻ. ഞാൻ ഈ കളിയിൽ നിൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ ഒളിഞ്ഞേ കളിക്കുകയുള്ളൂ, എങ്കിലെങ്കിലും എന്നെ കണ്ടുപിടിച്ച് അടിക്കുകയാണ് അവൻ പറഞ്ഞത്. ഞാൻ കുറേ അവനെയൊക്കെ സെർച്ച് ചെയ്തു. നിങ്ങൾക്ക് അതാണ് സ്പീഡാക്കി ഞാൻ കാണിച്ചു തന്നത്. കുറേ സെർച്ച് ചെയ്തു. പിന്നെ അവൻ വീണ്ടും ഞാനൊരു മറ്റേ എന്താണ് ഡ്രോണൊക്കെ വിട്ട് അവൻ എവിടെയെന്ന് കണ്ടു. അപ്പോൾ വീണ്ടും അവൻ എന്നെ നോക്കാക്കി. പക്ഷെ പക വീണ്ടും തീർക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും കയറി ഒരു സ്നൈപ്പറും പിന്നെ വേറൊരു MP40 കൂടി എടുത്ത് കുറച്ച് ഗ്ലൂവാലും എടുത്തു. അതും കൂടി എടുത്ത് ഞാൻ നേരെ നമ്മൾ കളത്തിലിറങ്ങി സ്നൈപ്പർ MP40 എടുത്തിട്ട് നമ്മൾ നേരെ അവൻ ഒളിഞ്ഞു കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളത്തിരി കയറി കളിക്കണമല്ലോ. അപ്പം ഞാൻ നേരെ കയറി അവൻ ഫസ്റ്റ് ഞാൻ കയറിയപ്പോൾ തന്നെ കണ്ടു അവനെ. സ്നൈപ്പറും വെച്ച് ഞാൻ സ്കോപ്പ് ചെയ്തു. അപ്പം പെട്ടെന്ന് ഞാൻ സ്നൈപ്പറും വെച്ച് അവൻ്റെ ഹെഡ് കടിച്ചു. അപ്പം നമ്മൾ ഹെഡ് കടിച്ച് നമ്മൾ ബൂയി അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കളിയിൽ ജയിച്ചിട്ടുണ്ട്. 4-3 നമ്മൾ ജയിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. നിങ്ങൾക്കിനി 4-0 ജയിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഗൈസ് ഇനി ഇതേപോലത്തെ വീഡിയോ വരുന്നതിന് കമൻറ്റ് ബോക്സിൽ അതും കൂടി അറിയിക്കണം. അപ്പോൾ ഗൈസ് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഗൈസ് ഇനി ഇതേപോലത്തെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഗൈസ്.